അസിത നമ്മൾ പറഞ്ഞു വന്നു കാര്യം 2 പോയിന്റ് അല്ലേ ബാക്കി കിടക്കുന്നത്. നമുക്കൊരു 4-5 മിനിറ്റ് കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിച്ച് നമുക്കൊരു ഭൂതക്കണ്ണാടി പിടിക്കേണ്ട കാര്യം. ശരി, 2 വിഷയത്തിലെ പ്രതികരണമാണ് സ്കെൻ പറയാനുള്ളത്. അതിൽ ഒന്നാമത്തേത് ബിജെപിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായി നമ്മൾ ഇന്നലെ മുതൽ പറയുന്ന കാര്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. അത് കേരളത്തിൽ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ വർക്കാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുകയാണ് ബിജെപിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അതിലൊരു അപകടം കൂടിയുണ്ട് സ്കെൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ സ്വാഭാവികമായി തന്നെ CPI-ന് LDF-ന് വീണ്ടും അധികാരം കിട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ നെറേറ്റീവ് എങ്ങോട്ടാണ് പോകാൻ ശ്രമിക്കുന്നത്? ബിജെപിയുടെ വോട്ട് കൊണ്ടാണ് വീണ്ടും LDF വരുന്നത് എന്നുള്ള നെറേറ്റീവ് അവിടെ അറിയാതെ തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തെ അപകടമുണ്ട്. 2, ബിജെപി ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാമെന്ന് അവർ തന്നെ കരുതുന്നില്ല. അത് തന്നെയാണ് വാസ്തവം. പക്ഷേ ഒരു 10-15 മണ്ഡലങ്ങളിലെങ്കിലും അവർ അവരുടെ A+ മണ്ഡലങ്ങളായി കണ്ട് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അവർ തന്നെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസ് വരാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായും ബിജെപിയുടെ വോട്ടുകൾ CPI-ലേക്ക് പോകണമല്ലോ ആ തിയറി അനുസരിച്ച്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ എങ്ങനെ ബിജെപി വോട്ടുകൾ വർക്ക് ചെയ്യും എന്നുള്ളത് ഒരു 15 മണ്ഡലം 5 മണ്ഡലം ഷാർപ്പായി ഫോക്കസ് ചെയ്യുന്ന 5 നിയമം അടക്കം വട്ടിയൂർക്കാവ് അടക്കം തിരുവനന്തപുരം അടക്കം 5 മണ്ഡലം ഫോക്കസ് ചെയ്യുന്നു. അതിൽ 3 സീറ്റാണ് ബിജെപി ഉറച്ച പ്രതീക്ഷ. അവർ അത് കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന സീറ്റുകൾ. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വർക്കൗട്ട് ആവാത്ത ഒന്നാണ്. കേരളത്തിൽ അതില്ലേ ഇല്ലാത്ത ഒന്നാണ് എന്താണ് ബി ദിലീപ് കുമാർ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം എന്നൊരു നേതാവ് പറയുന്നുണ്ട്. നേതാവിന്റെ ഒരു ബി ഗോപാലകൃഷ്ണനാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാതെ ബിജെപിക്ക് മുന്നോട്ട് വരാനാവില്ല. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴല്ല, 5 വർഷം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ്. ഇവിടുത്തെ പല നേതാക്കളും അത് തുറന്നുമല്ലാതെയും പറയുന്നുണ്ട്. എസ് സുരേഷ് എന്നോട് പറഞ്ഞതാണ്, ഇവിടെ ഇഡിയിൽ നിയമ നടപടി നേരിട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നിയമനം ഉണ്ടായാൽ അത് കോൺഗ്രസിന് വോട്ടാകും, അതിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ എസ് സുരേഷാണ് പറഞ്ഞത്. പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞു പറയുന്നതാണ്. ഗോപാലകൃഷ്ണൻ ഉള്ളി കള്ളമില്ലാത്ത അദ്ദേഹം തുറന്നു കോൺഗ്രസ് മുക്ത കേരളം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 5 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എൻഡിഎയുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നതിന് കൂടി മറുപടി വേണം. അത് ഒരു വിഷയം. ബിജെപി വോട്ട്. ശരി, ബിജെപി വോട്ട്. രണ്ടാമത്തെ കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹാഷ്മി അതിവൈകാരികമായി അവസാനം കുറെ ചോദ്യങ്ങൾ ചോദിച്ചാണ് കഴിഞ്ഞ ഘട്ടം അവസാനിപ്പിച്ചത്. ഹാഷ്മി ചോദിച്ചതൊക്കെ വളരെ വൈകാരികമായി നമുക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തവുമാണ്, ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷേ ഹാഷ്മി ആ ചോദ്യങ്ങൾക്കൊക്കെ ഈ കേസ് പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് വളരെ ക്ലിയറായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത വിഷയത്തിൽ, ആളുകൾക്ക് ജാമ്യം കിട്ടുന്ന വിഷയത്തിൽ, പ്രധാന പ്രതികൾക്കടക്കം ജാമ്യം കിട്ടി പുറത്തോട്ട് പോകുന്ന വിഷയത്തിൽ അടക്കം ഈ കേസ് നിരന്തരം പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന് ഒരു സംശയവുമില്ല. മാത്രമല്ല, തന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞ സിംഗിൾ ബെഞ്ചിന്റെ ആ നിരീക്ഷണം ഒഴിവാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ കേസ് കോടതിക്ക് ഇതിൽ ഒരു സംശയവുമില്ല. മേൽനോട്ടം നടത്തുന്ന കോടതി ഞാൻ ആ വിഷയത്തിൽ വൈകാരികമാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നത് ശബരിമല ഭൂമികയിൽ നിന്നാണ്. ഒരുപാട് ശബരിമല വിശ്വാസികളായ, ഒരുപാട് അടുത്ത ആത്മാർത്ഥമായ ചങ്കിന്റെ ചങ്ങായ സുഹൃത്തുക്കൾ ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് കൂടിയാണ്. അപ്പൊ അവരുടെ വേദന എന്റെ കൂടി വേദനയാവും എസ്കേൻ. അപ്പൊ അതിലെ വൈകാര്യതയുണ്ട്. ശബരിമല കോടതി, ഡിവിഷൻ ബെഞ്ച്, അതിൽ വരുന്ന കുറ്റപത്രങ്ങൾ, തെളിവടക്കം എല്ലാ കാലം അവിടെ നിൽക്കട്ടെ. SKN ലക്ഷോപലക്ഷം വരുന്ന ശബരിമല വിശ്വാസികൾക്ക് അവരുടെ ആരാധനാമൂർത്തിയുടെ, അവരുടെ പ്രതിഷ്ഠയുടെ തൊട്ടപ്പുറമുള്ള ദ്വാരപാലകരെ അഴിച്ചുകൊണ്ടുപോയി വിറ്റവന്മാർ ആരൊക്കെയാണെന്ന്, ഏത് രീതിയിലാണെന്ന്, എന്താണ് അതിന് അവർക്ക് കിട്ടിയ പ്രതിഫലം എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ വ്യക്തമല്ല, അതിൽ കേരളത്തിന് വ്യക്തമല്ല. കേരളത്തിന് വ്യക്തമാണോ? സമയം കൊടുക്കുമെന്ന് പറഞ്ഞത് ആരാണ്? കോടതിയെ ബഹുമാനിക്കുന്നു. ഇപ്പോൾ വ്യക്തമാണോ? കേരളത്തിന് ഇപ്പോൾ വ്യക്തമാണോ? എന്തുകൊണ്ട് വ്യക്തമല്ല? കേരളത്തിൽ വ്യക്തമല്ല. ഒന്നുമില്ല. അതുകൊണ്ട് ഇത്ര ദിവസമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയുടെ വ്യവഹാരങ്ങളാണ്. കോടതി ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. കോടതി വ്യവഹാരം അല്ല. പറഞ്ഞിട്ടുണ്ട് അന്വേഷണം വളരെ അത് കേവലം കോടതി വ്യവഹാരമാകാൻ പറ്റില്ല. അത് കേവലം കോടതി വ്യവഹാരമാകാൻ പറ്റില്ല. അത് വിശ്വാസികളുടെ വികാരമാണ്. അവരുടെ പ്രതിഷ്ഠയെ തൊട്ടവന്മാർ ഏത് രീതിയിൽ തൊട്ടുവെന്ന് എത്രയും വേഗം വ്യക്തമാകേണ്ടതാണ്. വ്യക്തമായിട്ടില്ല എന്ന് ഞാൻ പറയാം. കോടതി ഇക്കാര്യത്തിൽ കോടതിയുടെ ചില നിരീക്ഷണമുണ്ട്. റിപ്പോർട്ട് കൊടുക്കുന്ന കോടതിക്കാണ്. കോടതി അക്കാര്യം ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നും അല്ല. അതായത് ഇത് ഒരു ക്ലിയർ കേസ് ഓഫ് അഴിമതിയാണ്, തട്ടിപ്പാണ്, കൊള്ളയാണ്. ഇത് നടന്നിട്ടുണ്ട്. ഇത് നടന്നു എന്നതിന് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. ആ നടന്നത് ഈ സർക്കാർ കണ്ടെത്തിയതല്ല, ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തിയതുമല്ല, അത് കോടതി ഇടപെട്ട് കണ്ടെത്തിയതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകാൻ പോകുന്നത്. ആരാണ് ഈ കൊള്ളക്കാർ? അത് ചർച്ചയാകും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.